ശശി തരൂർ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇവിടെ ജയിക്കുന്നു. അയാൾ തിരിഞ്ഞിവിടെ നോക്കിയിട്ടില്ല. ഈ കിരീടമ്പലത്തിൻ്റെ അടുക്ക വരാത്ത ഒരു ശശി തരൂരിനെ നമുക്ക് ഇനി വേണോ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. പന്ന്യൻ രവീന്ദ്രൻ പെരുമാറിയ പോലെ ശശി തരൂരിൽ നിന്നൊരു സമീപനം ഉണ്ടാകുന്നു? ഒരിക്കലുമില്ല. അവൻ പാവപ്പെട്ടവന് വേണ്ടിയുള്ളവനല്ല, അവൻ വലിയ കോടീശ്വരന് വേണ്ടിയുള്ളവനാണ്. അവൻ നാളെ BJP പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ കോൺഗ്രസ്സുകാരെല്ലാം BJP പോയിരിക്കുന്നിടത്ത് എന്താണ് ഉറപ്പിരിക്കുന്നത്? രാഷ്ട്രീയ ചൂടെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തിനെ അപേക്ഷിച്ച് ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ ശരിക്ക് പന്ന്യൻ രവീന്ദ്രൻ ജയിക്കാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാൻ ഒക്കില്ല. ഉറപ്പിച്ച് പറയാനെന്ന് പറഞ്ഞാൽ അയാൾ നല്ലൊരു വ്യക്തിയാണ്. അയാൾക്ക് മറ്റു കുടുംബമില്ല, മറ്റു പണത്തിൻ്റെ ആവശ്യമില്ല. അയാൾ ഇവിടെയൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാൾ ഇവിടെ വരും. കഴിഞ്ഞ വർഷവും അയാൾ MP അല്ലെങ്കിൽ തന്നെ ഇവിടെ പല കാര്യത്തിനും വന്നിട്ടുണ്ട്. ഒരു മരണം നടന്നാലും അയാൾ വരും, പന്ന്യൻ രവീന്ദ്രൻ വരും. എന്നാൽ ശശി തരൂർ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇവിടെ ജയിക്കുന്നു. അയാൾ തിരിഞ്ഞിവിടെ നോക്കിയിട്ടില്ല. ഈ കിരീടമ്പലത്തിൻ്റെ അടുക്ക വരാത്ത ഒരു ശശി തരൂരിനെ നമുക്ക് ഇനി വേണോ എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്. ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ഇവിടെ വോട്ട് ചോദിച്ചൊക്കെ എത്തിയിരുന്നോ? വോട്ട് ചോദിച്ചെത്തിയിട്ടില്ല. എത്തിയാൽ ഞാനും വേണമെങ്കിൽ അത് പ്രതികരിച്ച് ചോദിക്കും. രാജീവ് ചന്ദ്രശേഖരൻ നമ്മളെ ഇവിടെ എങ്ങും ഉള്ള ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഇല്ലാത്ത ഒരു പ്രത്യേകിച്ചൊരു വ്യക്തിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊന്നും ഒരു വലിയ ശാശ്വതമല്ല. ശാശ്വതം ആയിട്ട് നമ്മളൊന്നും അതിൽ കണക്കാക്കുന്നില്ല. ഈ കടയിൽ എങ്ങനെയാണ് ഈ രാഷ്ട്രീയ ചർച്ചകൾ എപ്പോഴും ഉണ്ടാവാറുണ്ടോ? ഇവിടെ വരുന്നവർ ഓരോരുത്തരും ഓരോ രീതിക്കാരാണ്. അവരൊക്കെ ഓരോരുത്തരും അതെല്ലാം കേട്ടുകൊണ്ട് നമ്മളവിടെ ഇരിക്കും. അത് വേറെ വശം. ഇപ്പം BJP പറഞ്ഞാലും കോൺഗ്രസ്സുകാരൻ പറഞ്ഞാലും അത് കേൾക്കേണ്ട ഒരു കടമ നമുക്കുണ്ടല്ലോ. ഒരു കടക്കാരനുണ്ടല്ലോ. അതിനെ ആര് നമ്മളെ എതിർത്തൊന്നും പറയാൻ പോണില്ല, ആരോടെയും പറയില്ല. പന്ന്യൻ രവീന്ദ്രൻ വന്ന് ഇന്ന് രാവിലെയാണ്. എന്നെ അങ്ങേർക്ക് നേരത്തെ അറിയാം. കാരണം എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോഴും അങ്ങേര് ഇവിടെ വന്ന് ഇവിടെ വന്ന് വെള്ളം കുടിച്ചില്ലെന്ന് എൻ്റെ കൂടി ഇങ്ങോട്ട് ചോദിച്ചു. എന്നെ മറന്നുപോയോ, ഞാൻ ഇവിടെ വന്ന് വെള്ളം കുടിച്ചില്ലെന്ന് എൻ്റെ കൂടി ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ശരിക്ക് കുളിക്കാനുള്ള വസ്ത്രം തോർത്തും കൊടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വന്നത്. ഞാൻ ഇങ്ങോട്ട് എത്തി നോക്കാൻ വന്നപ്പോൾ എന്നെ കണ്ടു. ഞാൻ പിന്നെ അതോടുകൂടി തന്നെ എണ്ണയും തേച്ചും കൊണ്ട് ആ കൈയോട് തന്നെ ഒന്ന് കൈ കൊടുത്തു. അതും ഏതോ ഒരു ചാനലുകാരൻ എടുത്തിട്ടുമുണ്ട്. ഞാൻ തോർത്ത് കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഇയാൾ ചോദിക്കുകയും ചെയ്ത്, പിന്നെ ഇത് സ്റ്റീൽ ബാഡിയിലാണല്ലോ നിൽക്കുന്നതെന്ന് വന്ന് എൻ്റെ ചോദിച്ച്. ഞാൻ പറഞ്ഞ് വയസ്സായില്ലേ, ഇനി പിന്നെ എന്തൊരു സ്റ്റീൽ ബാഡി എന്നൊക്കെ ചോദിച്ചു. ഒരിക്കലുമില്ല. അവൻ പാവപ്പെട്ടവന് വേണ്ടിയുള്ളവനല്ല, അവൻ വലിയ കോടീശ്വരന് വേണ്ടിയുള്ളവനാണ്. അവൻ നാളെ BJP പോകില്ല എന്ന് എന്താണ് ഉറപ്പ്? ഈ കോൺഗ്രസ്സുകാരെല്ലാം BJP പോയിരിക്കുന്നിടത്ത് എന്താണ് ഉറപ്പിരിക്കുന്നത്? ഇന്ന് കോൺഗ്രസ്സുകാർ മൊത്തത്തിൽ ഇന്ത്യക്കകത്ത് മൊത്തം കോൺഗ്രസ്സുകാരും BJPയിലാണ്. അവർ വിലയിടത്തൊന്നും വാങ്ങിക്കുന്നു, അവരങ്ങ് പോകുന്നു. അത് നാണം കെട്ട കേസല്ലേ. ഇത്രയും വലിയൊരു മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഒരു ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നു. അതിനുള്ള ഇത്രയും വരുന്ന ഒരു കരുണാകരനെ പിന്നെ വെറും കരിവാരി തേച്ചില്ലേ, മകള് കരിവാരി തേച്ചില്ലേ. ഇതിനപ്പുറം എന്താണ് വേണ്ടത്? AK ആന്റണി അതൊന്നുമല്ല. കരുണാകരൻ വേറെ, AK ആന്റണി വേറെ. കരുണാകരൻ എന്ന് പറഞ്ഞാൽ അയാളൊരു ഭയങ്കരമായ ഒരു വ്യക്തിയാണ് കേരളത്തിനകത്ത്. കത്തി നിന്ന നല്ലൊരു വ്യക്തിയാണ് കരുണാകരൻ്റെ മകൾ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിഷമം തന്നെ നമുക്കുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ ആണെങ്കിലും എനിക്ക് അതല്ല അല്ലെങ്കിലും അപ്പോൾ കരുണാകരനെ പോയി നമ്മൾ ഇന്ദിരാഗാന്ധി എന്നാൽ ഇതുപോലത്തെ ഒരു വനിതാ നേതാവിനെ നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ നമ്മൾ തലയിലെടുക്കണം. അത് രാജ്യം ഭരിക്കാൻ പഠിച്ച ഒരു സ്ത്രീയാണ്. മുഖ്യമന്ത്രി അത് അവർക്ക് ഇതാ 10 കൊല്ലം കിട്ടി. ഇനി അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു ധാരണ അവരിലുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടും അവർക്കും BJPക്കും ആ ഒരു ധാരണയുണ്ട്.
കോൺഗ്രസിന് ഇവിടെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് പിടിച്ചുകൊണ്ട് പോയി. അതിൻ്റെ ഒരു അഹങ്കാരവും കോൺഗ്രസിനുണ്ട്. 11 എംപിമാരുണ്ടെങ്കിൽ CPM ദേശീയ പാർട്ടി ആവും, അല്ലെങ്കിൽ ദേശീയ പാർട്ടിയിൽ നിന്ന് CPM പുറത്താവും. അതിപ്പോൾ എന്തായിക്കൊണ്ട് വന്നാലും അവർക്ക് ഇപ്പോൾ ഇവിടെ കിട്ടണമെങ്കിൽ കിട്ടും, കിട്ടിയില്ലെങ്കിൽ കിട്ടില്ല. ദേശീയ പാർട്ടിയിൽ നിന്ന് കിട്ടണമെങ്കിൽ കിട്ടില്ലെങ്കിൽ കിട്ടില്ല. അതിപ്പം ഞാൻ പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഒന്നും അതൊന്നും കിട്ടാൻ വിധിയുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. ചേട്ടാ, ഇപ്പോഴേ ഒരു കേരളത്തിൽ ഒരു വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം പിണറായി സർക്കാരിനെതിരെ ഉണ്ട്. അതായത് മകളുമായിട്ട് ബന്ധപ്പെട്ട അഴിമതിയും കാര്യങ്ങളൊക്കെ. അത് CPIM ബാധിക്കില്ലേ? പന്ന്യൻ രവീന്ദ്രൻ അത് ഒരു വലിയ രീതിയിൽ നെഗറ്റീവ്. ഒരിക്കലും പന്ന്യൻ രവീന്ദ്രൻ അതൊന്നും ബാധിക്കില്ല. പിന്നെ ഒരു മകളെ കുറിച്ചുള്ള ഒരു ആക്ഷേപവും ഇത് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നിങ്ങളോട് ഈ രാഷ്ട്രീയ എൻ്റെ ഇത്രയും പ്രായത്തിനകത്ത് എത്രയോ മുഖ്യമന്ത്രിമാർ വന്ന് അവരെല്ലാം മക്കൾ എന്തെല്ലാം അഴിമതിയോട് കാണിച്ചിട്ടുണ്ട് എന്നെല്ലാം എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കണക്കിന് ഇതൊന്നും ഒരു അഴിമതി അല്ല എന്ന് വേണം എൻ്റെ അഭിപ്രായത്തിനുള്ളൂ. ഒരു ചെറിയൊരു എന്തോ കൈക്കൂലി വാങ്ങിച്ചെന്നോ അതോ എന്തോ പറയുന്നു കേട്ടോ, അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കാനേ ഇല്ല. 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ 18 മാസം ഇവിടെ ഒരു വാർദ്ധക്യ പെൻഷൻ അന്ന് 600 രൂപയുള്ളൂ. 600 രൂപ മാത്രം ഉള്ള സമയത്ത് 18 മാസം പിന്നെ പെൻഡിങ് വെച്ചു. അതെല്ലാം ഈ സർക്കാർ വന്നതിന് ശേഷം കൊടുത്തു. പെൻഷൻ കിട്ടിയോ? ഈ മാസത്തെ പെൻഷൻ കിട്ടിയില്ല. അല്ല, ഇപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, ബാങ്കിലാണ് പറഞ്ഞത്, ഞാൻ പോയില്ല എടുക്കാൻ. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ടല്ലേ സർക്കാർ ഈ പെട്ടെന്ന് എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നത്? സർക്കാർ അങ്ങനെയല്ല, ഇപ്പോൾ 7 മാസം പെൻഷൻ കൊടുക്കാൻ കിടക്കുന്നത് കൊണ്ട് അങ്ങനെ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഇലക്ഷൻ വന്നുകൊണ്ടൊന്നും സർക്കാരൊന്നും അങ്ങനെ കൊടുക്കണേ അല്ല. അതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. ഈ 6 മാസം കഴിഞ്ഞ് 6 മാസം പെൻഷൻ കിടക്കണമുണ്ട്, അവർക്ക് 2 മാസം പെൻഷൻ 3 മാസം പെൻഷൻ ഇങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനിപ്പം പറയുന്നു ഈ ഇലക്ഷൻ വന്നുകൊണ്ടാണ് ഈ കൊടുക്കുന്നു എന്ന്. അത് ഈ പത്രക്കാരാണല്ലോ നമ്മളെ പിന്നെ ഇവിടുത്തെ എടുത്ത് മറിക്കുന്നത്, ഭരണകൂടത്തെ എടുത്ത് മറിക്കുന്നത് പത്രക്കാരാണ്. ഇത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ ചേട്ടൻ പറയുന്നത് പിണറായി നല്ലൊരു ഭരണാധികാരിയാണെന്നാണോ? സംശയമില്ലാത്ത കാര്യമാണ്. അയാൾ നല്ല ഭരണാധികാരി, ചാങ്കുറപ്പുള്ളവനാണ്. പന്ന്യൻ രവീന്ദ്രൻ കഴിഞ്ഞ ഇവിടെ അയാൾ MP അല്ല, ഒന്നും അല്ലായിരുന്ന സമയത്ത് ഈ കിരീടം പാലത്തിൻ്റെ അടുക്ക വന്നോ? ഈ ശശി തരൂർ ജയിച്ച് പോയി ഈ കിരീടം പാലത്തിൻ്റെ അടുക്ക വരാത്തൊരു മന്ത്രിമാർ പോലും ഇല്ല. എല്ലാവരും ഇവിടെ വരും. ഏമായും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ. പക്ഷെ കഴിഞ്ഞ തവണ MP ആയിരുന്നു ശശി തരൂരാണ്. കഴിഞ്ഞ 4 തവണ MP ശശി തരൂരാണ്. അതൊന്നും അർത്ഥമില്ല. എന്ത് കിട്ടുന്നു എന്നുള്ളതാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു നേതാവിനെയാണ് സാധാരണക്കാർക്ക് ആവശ്യം. പന്ന്യൻ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുമായിട്ടൊരു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാണ്, എനിക്ക് ഇവിടുത്തെ ഓട്ടോക്കാരെ പോലും അറിയാം, സാധാരണക്കാരാണ്, ഞാൻ അവർക്കിടയിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. കാണാമല്ലോ, നമുക്ക് വലിയ ഓക്സ്ഫോർഡ് പരിജ്ഞാനമൊന്നുമില്ല, പക്ഷേ നമുക്ക് തിരുവനന്തപുരത്തുകാരുടെ പൾസ് അറിയാമെന്നാണ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞത്. ഒരു അത്യാഗ്രഹവും ഇല്ലാത്ത ഒരു ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരുകാരനാണ്. കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെ തിരുവനന്തപുരത്തുകാർക്കിടയിൽ വലിയ ജനകീയനായ ഒരു നേതാവാണ് അദ്ദേഹം. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞില്ലേ, മാസപ്പടിയൊക്കെ വെറും സാധാരണക്കാരുടെ അഭിപ്രായമാണ് നമുക്ക് നിങ്ങളുടെ കണ്ണൂരിലെ കെ സുധാകരൻ BJP-യിൽ പോകാൻ നിൽക്കുമല്ലോ. അതെ, എപ്പോ പറഞ്ഞ എപ്പോ വിളിച്ചാലും പുള്ളി പോകും. വിളിക്കുന്നില്ല, അതാണ്. അപ്പൊ EP വിളിച്ചതോ? EP വിളിച്ചതോ? രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് ബിനാമിയും അതുമായി ബന്ധപ്പെട്ട ഇതിനൊക്കെ തെളിവുണ്ടോട്? തെളിവുണ്ട്. എന്ത് തെളിവ്? ഫോട്ടോ പുറത്തോട്ട് തരാം. ഞാനും താനും കൂടെ എവിടെയെങ്കിലും നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്തെന്ന് വെച്ചാൽ ബിസിനസ് ഫോട്ടോയാണ് പുറത്ത് എവിടെയെങ്കിലും നിന്ന് ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ അതിന് വേറെ അർത്ഥം വല്ലതും ഉണ്ടോ? അങ്ങനെ പല അർത്ഥം. രണ്ടാൾക്കാരല്ലോ ഫോട്ടോ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ മിടുക്കരാണ്. നിങ്ങളും മോശം. ചേട്ടാ വെള്ളം കുടി. ഭയങ്കര ചൂടുള്ളൂ. താഴെ നിർത്തറ തന്നെ ചർച്ച, വെള്ളം കുടിക്കണം. നിർത്തറ തന്നെ ചർച്ച, അവിടെ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഗുണം. റിസൾട്ട് ഇറങ്ങിയിട്ട് എന്തായാലും ഒന്നുകൂടെ നിങ്ങൾ വല്ല ഏതെങ്കിലും കോളേജിൽ ചെന്നാൽ മതി, ശശി തരൂർ അടക്കാണ്. എന്താ യുവാക്കളുടെ വോട്ട്? എന്താ യുവാക്കളുടെ വോട്ട് പോയാ കഞ്ഞി വോട്ടാണോ? കഞ്ഞി വോട്ടാണ്, അതാണ് നമുക്ക് പറയാനുള്ളത്. കാണുകൊണ്ടുവിടും പ്രേക്ഷകരെ. ഇതുപോലെയുള്ള പലയിടങ്ങളും ഇനിയും ഉണ്ട്. സാധാരണക്കാരുടെ വികാരം എന്താണെന്ന് നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട്.
ചേട്ടൻ പറഞ്ഞു സാധാരണക്കാരുടെ വികാരം എന്താണെന്നുള്ളത് കേട്ടോ.